ഹായ്. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ ആയി എന്നെ കാണാത്ത മീൻസ് എല്ലാവരും ചോദിക്കുന്നുണ്ട് എന്താ വീഡിയോ ഇടാത്ത. ഞാൻ നാട്ടിലുണ്ടായിട്ടാണ്. ഞാൻ ബാംഗ്ലൂരാണ് ഉണ്ടായത്. ഇപ്പോൾ നാട്ടിലേക്ക് വന്നത്. നാട്ടിലേക്ക് വന്നിട്ട് കുറേ മടിയായി. രാവിലെ എണീച്ചു, സോഫയായിരുന്നു, രാത്രി കിടക്കുന്നവരെ സോഫയിൽ തന്നെ. അപ്പോൾ ഞാൻ ഇന്ന് വിചാരിച്ചു, ഇങ്ങനെ ഡെയിലി ഇതന്നെ ആക്കുമ്പോൾ ഞാൻ ഇന്ന് വിചാരിച്ചു നമുക്കിന്നൊരു പാട്ട് എഴുതിയിട്ടുണ്ട് നടത്തിയാലോ. അപ്പോൾ നമുക്കിന്നത് കാണാം. എൻ്റെ ഈ കോലം നോക്കണ്ട, ഞാനിപ്പോൾ എണീച്ചായാലും 10-16 മറ്റുമായി. നമുക്കപ്പോൾ റെഡിയാവാം. അപ്പോൾ നമുക്ക് റെഡിയാവാം. അങ്ങനെ ഒന്നും ഇടുന്നൊന്നുമില്ല, വീട്ടിൽ തന്നെ അല്ലേ. നമുക്ക് ഫസ്റ്റ് സൺസ്ക്രീൻ ഇടാം. ഞാൻ എപ്പോഴും ഇടുന്നത് തന്നെ ഗുഡ് വൈബ്സിൻ്റെ ലിപ് ബാം തേക്കട്ടെ. കണ്ണിന് ഇട്ട് വരാം. കണ്ണിന് ഇട്ടെങ്കിൽ എൻ്റെ ഇടെന്തോ മധുരമാണ്. ഒരു കുറിയും വേണം. കുറിയാണ് എൻ്റെ മസ്റ്റായിട്ടുള്ളൊരു സാധനം. കുറിയും മറ്റേ ലിപ്സ്റ്റിക്കും. കുറിയിട്ടപ്പടന്ന് ചിലപ്പോൾ ആറ്റം തോന്നിട്ടുണ്ടാവുമായിരിക്കും. കാരണം ഞാൻ ഇപ്പോൾ യൂസാക്കുന്ന ലിപ്സ്റ്റിക്ക് ഇതിനെക്കുറിച്ചിട്ട് പറയാക്കാൻ കഴിയാം. മീൻസ് എന്തിട്ട് തേച്ചാലും ഇത് പോയില്ല. ഇങ്ങനെ തേച്ച് ഇപ്പോൾ ഒന്നു പോലും അറിയില്ല. അങ്ങനത്തെ ഒരു ലിപ്സ്റ്റിക്കാണിത്. ഞാൻ ഇട്ട് കഴിഞ്ഞിട്ട് കാണിക്കാം. ലിപ് ഗ്ലോസപ്പ് കാണുന്നുണ്ടോ? കണ്ട തല കെട്ടണം മതി. ഇത്രയെല്ലാം കഴിഞ്ഞാലും ഒരിതുണ്ട്, ഈ കുരു ഏടുന്ന് വന്നതെന്ന് അറിയില്ല, പോകുന്നുമില്ല. എന്നെ പൊന്തിരിക്കുന്നൊക്കെ പൊതുവെ കുരു വിരലുണ്ട്, ഇത് മൊത്തം കാണുന്നില്ലേ. അപ്പോൾ നമുക്ക് തിന്നുന്ന വീഡിയോ കാണാം. ഇതാണ് ഇന്നത്തെ ചായക്ക്. സൗണ്ട് പോയി തോന്നണ്ടേ. എന്താ പിന്നെ മീൻകറി, വെള്ളം. അപ്പോൾ ഞാൻ പുറത്തുനിന്ന് മറ്റേ കസേരയില്ലേ ആടെ ഇരുന്നിട്ടാണ് ചായ കുടിക്കല്. ഇന്ന് വീഡിയോ എടുക്കുന്നതുകൊണ്ട് നമുക്ക് ഈ റൂമിൽ നിന്നു. വീട്ടിൽ നിന്ന് ഞാൻ ചായ കുടിക്കില്ല. ഹോസ്റ്റലിൽ നിൽക്കുമ്പോൾ എപ്പോഴും ചായ കുടിക്കും. അടുത്ത ചായയാണ് മസ്റ്റ്. ഇവിടുത്തെ ചായ വാങ്ങില്ല എന്നല്ല, പക്ഷെ ഞാൻ കുടിക്കില്ല. ഞാൻ എണീക്കുമ്പോഴത്തേക്ക് ചായയെല്ലാം തണിഞ്ഞിട്ടുണ്ടാവും. പിന്നെ ഞാൻ ആദ്യം ചായ വെക്കണം. അത് പണിയെടുക്കാത്ത ഒരാളാണ് ഞാൻ, അങ്ങനത്തെ പണി. അതുകൊണ്ട് ഞാൻ വീട്ടിൽ നിന്ന് എപ്പോഴും വെള്ളം, ഉണ്ടയും ചക്കയും മീൻകറിയും. ഈ ഉണ്ടയും ചക്കയെന്ന് പറഞ്ഞാൽ എൻ്റെ ഫേവറേറ്റാണ്. നമ്മൾ ബാംഗ്ലൂർ, ഞാൻ നിൽക്കുന്നത് ഒരു കേരള ഹോസ്റ്റലിലാണ്. പക്ഷേ അടുത്ത ഫുഡ് നമ്മളെ കേരള ഫുഡാണെങ്കിലും നല്ല ഫുഡാണ്. അനിഷേട്ടൻ എന്നാണ് വളർത്തി പേര്. ചേട്ടൻ ഉണ്ടാക്കുമല്ലോ കേരള ഫുഡ്. അതെങ്കിലും ഇതൊന്നും കിട്ടൂല. ഈ ഉണ്ട നമ്മളെ നാട്ടിലത്തെ ആ ഒരു ഇത് കിട്ടൂല. ഉണ്ടയും മീൻകറിയായിരിക്കും ഞാൻ ചിലപ്പോൾ, ഉണ്ടയും മീൻകറിയും ഉണ്ടയും ചിക്കൻ കറിയും ഇതിലായിരിക്കും ചിലപ്പോൾ ഞാൻ കൂടുതൽ മിസ് ചെയ്തിട്ടുണ്ടാവുന്നത്. ചക്കക്കറിയിൽ 3 ഉണ്ട തിന്നാൻ പറ്റും. കാരണം ചക്കക്കറി ഉണ്ടല്ലോ. അമ്മ തന്നിരിക്കും. എന്തായി എന്നറിയില്ല. അങ്ങനെയല്ലപ്പാ തിന്നിട്ട് ബൈക്കോളം വരും. ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വരുമ്പോൾ ചിലപ്പോൾ എൻ്റെ ഫസ്റ്റ് വീഡിയോ കണ്ടാലറിയായിരിക്കും ഞാൻ കഴിഞ്ഞിട്ടുണ്ടായ. വീടിന് വന്ന് തിന്നിച്ച് ഞാൻ തടി വെച്ചപ്പോൾ വീട്ടിൽ വന്നു. അങ്ങനെ എപ്പോഴും അത് പറഞ്ഞാൽ തിന്നുമ്പോൾ തന്നെ വെള്ളം കുടിക്കും. അപ്പം എന്നെ കൊണ്ട് തിന്നാൻ പറ്റില്ല. അതാണ് എൻ്റെ അവസ്ഥ. ബാംഗ്ലൂർ ഉണ്ടാകുമ്പോൾ വെള്ളം കുടിക്കില്ല. മീൻസ് തിന്നുന്ന സമയത്ത് വെള്ളം കുടിക്കില്ല. ശശി ഉണ്ട്, എൻ്റെ ഫ്രണ്ട്. അവൾ ഒരു ഗ്ലാസ്സിൽ വെള്ളം കൊണ്ടുവെക്കും. അല്ലാതെ ഞാനോ അർച്ചനൊക്കെ എടുത്ത് കുടിക്കില്ല. അവൾ ഒരു ഗ്ലാസ്സിൽ അവിടെ വെള്ളം കൊണ്ടുവച്ചാൽ നമ്മ അത് എടുത്ത് കുടിക്കും. അപ്പോൾ അവിടെ ഒരു നോട്ടമുണ്ട്. മിസ്സാണ്. കുടിച്ചാൽ അതിനകത്ത് തിന്നാൻ പറ്റില്ല, പക്ഷെ കുടിക്കാനും പറ്റില്ല.
ഉപ്പനെ ഒരു ഉണ്ടര ഇത്ര ഏതേയുള്ളൂ. ഇന്നെന്താ തിന്നൊന്നും പറ്റുന്നില്ലല്ലോപ്പാ. എല്ലാം മൂന്നുണ്ട തിന്നോട്ടാ വീട്ടിൽ നിന്ന്. ബോറടിക്കുന്നുണ്ടോ? കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട് എൻ്റെ എഡ്യൂക്കേഷൻ്റെ, കാരണം ഞാൻ ഈ മരപ്പണി എടുക്കുന്നതുകൊണ്ട് എൻ്റെ എഡ്യൂക്കേഷൻ കുറച്ച് ചോദിക്കും. ഞാൻ കഴിഞ്ഞ വീട്ടിലൊക്കെ പറഞ്ഞു, ഞാൻ ഡിഗ്രി പഠിച്ചിട്ട് ഡിപ്ലോമ എടുത്തു, എല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ വീട്ടിൽ വന്നിട്ടിരിക്കുന്നു. ആ സമയത്ത് വന്ന സമയത്തായിട്ടോ അത് ചെയ്തതാണ് ആ വീഡിയോ എല്ലാം. ഇപ്പോഴും ചോദിക്കുന്നു ഇതാണോ പഠിച്ചത്, മരപ്പണിയാണോ പഠിച്ചത്. മരപ്പണി ഞാൻ പഠിച്ചിട്ടാണ്, അത് പണ്ടേ അച്ഛൻ പണിയെടുക്കുന്നത് കണ്ടിട്ട് ഞാൻ പഠിച്ചത്. എൻ്റെ സൗണ്ട് ഇങ്ങനെ ഉള്ള കേട്ടോ, അത് ആ പറയുന്നത് കിച്ച് കിച്ച്. ഇത് മൂന്നും തിന്നാന്ന് അച്ഛൻ കണ്ട അങ്ങനെ വായിക്കുന്നത്. അച്ഛനല്ല പണിക്ക് പോയിട്ടുണ്ട്. രാവിലെ എടുക്കുന്നുണ്ട്. ഞാൻ എങ്ങനെ ഉണ്ടായത് ഇപ്പോൾ നോക്ക്. ലിപ്സ്റ്റിക്കും ആ കൂറി ഇട്ട പടന്നെ വീട് മാറി. ലിപ്സ്റ്റിക്ക് നല്ലില്ലേ. ഞാൻ ഉച്ചക്കത്തേക്ക് ഒരു ജീരക്കറി ഉണ്ട്. ഞാൻ അതായിട്ടാണ് കാണുന്നത്. ഞാൻ വയലാങ്കോഴി പോയപ്പോൾ അവിടെ ഒരു ചീര ഉണ്ടായിരുന്നു. ചീര പറഞ്ഞാൽ നമ്മൾ കിഴങ്ങില്ലേ, കിഴങ്ങിൻ്റെ ഇല പോലത്തതാണ് ആ ചീര. അടിപൊളി. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ അമ്മ കൊണ്ടുവന്നിട്ടുണ്ട് നല്ല ചീരക്കറി. അതിന്ന് വെക്കാമെന്ന് വിചാരിച്ചേ, പക്ഷെ ആ ചീര ഇല്ല. എന്തോ വെക്കുമെന്ന് അറിയില്ല. അതെപ്പോഴും ആ ചീര ആയപ്പാട് ഞാൻ കാണിച്ചു തരാം. അല്ല, ചീരനെ കാണിച്ചു തരാം, ചീരക്കറി അതായപ്പാട് കാണിച്ചു തരാം. നോക്കിട്ടാ, അല്ലെങ്കിൽ ഈ ഉണ്ടെല്ലാം മൂന്നെണ്ണാലും ഞാൻ വേഗം തിന്നാലും ഉണ്ടെന്നുണ്ടായിപ്പാ. ചക്കക്കറി ഉണ്ടായിട്ടായിരിക്കും. ചക്കയും മൂന്നുണ്ടിൻ്റെ നല്ല കപ്പാസിറ്റി ഇല്ല. വെള്ളം വേറെ വെള്ളം അങ്ങനെ തോന്നുന്നു. രണ്ടാട് വെച്ചിട്ടുണ്ട്, എന്നെ കൊണ്ട് പറ്റുന്നില്ല. അപ്പോൾ ഞാൻ പറയുന്ന ഭാഷ മനസ്സിലാവുന്ന പറയണം കേട്ടോ. ചിലർക്ക് മനസ്സിലാവില്ല. തിന്നിട്ടായി ബാക്കി വെച്ച് കാണിക്കാം. പിന്നെ ഇത്ര ബാക്കിയവരുണ്ടെയും ഇത്ര ചക്കക്കറിയും 2 ചക്കക്കുരു. ഇതാണ് എൻ്റെ ഉച്ചക്കത്തെ ഫുഡ്. അപ്പം നമുക്കിത് തിന്നാം. ഇപ്പം ഞാൻ എടുക്കുമ്പോൾ വെള്ളം എടുത്താൽ എന്നെ കൊണ്ട് ഇത് തിന്നാൻ പറ്റും തോന്നില്ല. അതുകൊണ്ട് ഞാൻ വെള്ളം എടുക്കാറുണ്ട്. വെള്ളം എടുത്താൽ അത് കുടിക്കും, നമുക്ക് തിന്നാൻ പറ്റില്ല. പിന്നെ വാട്ടയ്ക്കിൻ്റെ പറഞ്ഞാൽ കുറേ ആൾക്കാർ എന്തെങ്കിലും തിന്നുന്നെല്ലാം കാണിക്കൂലേ. അങ്ങനെയല്ല, കുറേ തിന്നൂലേ. പക്ഷെ ഞാൻ തിന്നിട്ട് രാവിലെ ചാവിച്ചത് കാണിച്ചത്, പിന്നെ ഉച്ചക്കത്തത്.
എനിക്ക് ഇതിലുണ്ട് മുട്ട, പിന്നെ ഓയില്, പിന്നെന്താ ഓയില്, മൈദ ഇങ്ങനത്തെ സാധനമൊന്നും എനിക്ക് തിന്നൂടാ. അപ്പം ഞാനാകെ തിന്നത് രാവിലെ ഉച്ചക്ക് രാത്രി അതിൻ്റെ ഇടയ്ക്ക് അങ്ങനെ തിന്നല് ഇല്ല. മാങ്ങ ഉണ്ടാകുമ്പോൾ മാങ്ങ തിന്നുണ്ടായിരുന്നു. ഇപ്പോൾ മാങ്ങ തീർന്നപ്പോൾ ഇപ്പം രാവിലെ ഉച്ചക്ക് രാത്രിക്ക് ഇത്രയും 3 നേരം അതിൻ്റെ ഇടയ്ക്ക് തിന്നില്ല. ഇന്നത്തെ കറി എന്ന് പറഞ്ഞത് ക്യാബേജും പിന്നെ ചേനക്കറി, ഇത് ചേനക്കറിയല്ല, ചേനയുടെ ഇലയുടെ കറി, അച്ചാറും കൂട്ടിക്കൂടാ, അങ്ങനെയുണ്ട്, പുളിയുടേത് കൂട്ടിക്കൂടാ, അങ്ങനത്തെ ഉണ്ട്. രണ്ട് കറിയൊന്നും മതി തിന്നാൻ. വീട്ടാരും കാണുന്നുണ്ടോയെന്ന് അറിയില്ല, അങ്ങനെയല്ല, ചിലപ്പോൾ ആരും കാണുന്നുണ്ടായില്ല, പ്രശ്നമില്ല. പിന്നെ നമുക്ക് കുറേ കൊല്ലം കഴിഞ്ഞപ്പോഴത്തേക്കും നോക്കാമല്ലോ. ഞാൻ എങ്ങനെയാണ് കുറേ എന്തുണ്ടാകും അപ്പോൾ വീട്ടിൽ എടുത്തേക്കും, പിന്നെ നോക്കാതെ നോക്കാം. അങ്ങനെ കുറേ പണ്ടത്തെല്ലാം ഫോട്ടോ വീഡിയോ എൻ്റെ ലാപ്പിലെടുക്കും, എല്ലാം മെമ്മറീസ് നമുക്ക് സ്പോട്ടിലൊക്കെ എടുത്തുക്കും. ചാറില്ല, ആകെ 2 വറവിയിലും അത് തിന്നാം. ആരോടോ ജേഴ്സി വന്നിട്ടുണ്ട്, ജേഴ്സി സൗണ്ട് കേൾക്കുന്നുണ്ട്. ഇത് കുറേ മുളകുണ്ട്, എല്ലാം കടിച്ചായിരിക്കും മാറ്റി കിട്ടും. എപ്പോഴും അടയ്ക്കും എന്താണ് എൻ്റെ ഇടയ്ക്ക് ഒരു വീഡിയോ കണ്ടിന്, അഹാന കൃഷ്ണരെ വെളിച്ചം വെച്ച കട ഓർമ്മിക്കൽ ഒരു വീഡിയോ. അപ്പോൾ ഞാൻ ചെയ്ത് നല്ലൊരു നല്ല തന്നെ, നമുക്ക് ചിലപ്പോൾ കുറേ കഴിഞ്ഞപ്പോൾ ആ ഓർമ്മയിൽ ചിലപ്പോൾ എല്ലാം ഓർത്തിരിക്കണമെന്നില്ലല്ലോ. അപ്പം നമുക്ക് തോന്നി ഞാനും പറയാം എൻ്റെ വെളിച്ചൻ്റെ കുറിച്ചിട്ടാണ്. അതേപോലെ ഫോട്ടോ വീഡിയോ ഒന്നുമില്ല, എന്നാലും കുറേ ഓർമ്മയുണ്ട് തന്നെ വരില്ല. ഞാൻ ജനുവരി 13 ബാംഗ്ലൂരിൽ പോയി, 14 അവിടെ എത്തി. ഞാൻ പോകുന്നതിൻ്റെ തലേദിവസം വിളിച്ച് ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിന്. അപ്പോൾ എന്നോട് ചോദിച്ചിനി നീനെപ്പോൾ ഇരുന്നപ്പോൾ ഞാൻ വന്ന് ബാംഗ്ലൂരല്ലേ വിളിച്ചാ, ചിലപ്പോൾ കുറേ കഴിക്കും, മംഗലാരം മേടിച്ചോണ്ടേ, മംഗലം വരെ വരാം പറ്റൂല ബാംഗ്ലൂരിൽ നിന്ന്. അപ്പം എനിക്ക് വന്ന് അതെയാ പണി കിട്ടുമോ അങ്ങനെ ചോദിച്ചോണ്ടേ, അങ്ങനെ അങ്ങനെ കുറച്ച് ചോദിച്ചിട്ട് വിളിച്ച് അക്ക ചോറ് വെച്ചപ്പോൾ അക്ക തന്നെ പോകലുണ്ട്, ഇതാടേക്ക് കടന്നു അങ്ങനെയല്ല. പിന്നെ ഞാൻ ചിന്തിക്കുമ്പോഴാണ് ഇങ്ങനെ തന്നെ തോന്നുന്നത്. അങ്ങനെ 14 പോയി, 15 കഴിഞ്ഞു, 15 ക്ലാസ് സ്റ്റാർട്ടാവുന്നു. എന്നിട്ട് സ്റ്റാർട്ടായിട്ട് എത്ര ഒരു 19 അത് നന്നാ. ഞാൻ വാട്സപ്പ് നോക്കിയിട്ട് എന്തോ നമ്മളെ നാളെ ഞാനും മറിച്ച ശശി മിന്നു ഇവരെല്ലാം ഒക്കെ പോയിട്ടിരിക്കുന്നുണ്ടായി. അപ്പോൾ ഉണ്ട് പെട്ടെന്ന് ഒരു കോൾ ചെയ്യുമ്പോൾ വേണേൽ എൻ്റെ വെളിച്ചം മേടിച്ചോണ്ട് ഞാനവിടെ സ്റ്റെക്ക്, കാരണം വെളിച്ചൊന്നും ഉണ്ടായിട്ടാ. അല്ല ഇതുണ്ടായിന്, അറ്റാക്കെല്ലാം വന്നിട്ടുണ്ടായിന്, ഓപ്പറേഷൻ നടത്തിയിട്ടുണ്ടായിന്. അപ്പം നേരെ ഉണ്ടായിന്, ഞാൻ പോകുമ്പോൾ നേരെ ഉണ്ടായിന്. പെട്ടെന്നുണ്ട് ഇങ്ങനെ വരുന്നത്, ഞാനാകെ ഷോക്കപ്പോൾ, കാരണം എനിക്ക് ഇപ്പോഴും വെളിച്ചം മരിച്ചെന്നുള്ളത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ വെളിച്ചിനെ കുറിച്ച് ചിന്തിക്കില്ല, അതാണ് സംഭവം, ചിന്തിക്കില്ലൊക്കെ എന്നെ കൊണ്ടത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ഇപ്പോഴും പറ്റിയിട്ട. അപ്പോൾ ഞാൻ അവിടെ എന്നെ വിളിച്ചപ്പോൾ ഞാൻ സ്റ്റെക്ക് അങ്ങനെ ഇല്ല പാൻ അങ്ങനെ നല്ലതാണ്. പിന്നെ വാട്സപ്പ് നോക്കി, അപ്പം കൊണ്ടൊന്നൊക്കെ എല്ലാവരും സ്റ്റാറ്റസും ഞാൻ ഒന്നാകെ നോക്കി, കാരണം ഞാൻ ഒട്ടും വിചാരിക്കാത്ത സംഭവമായിരുന്നു അത്. നാട്ടിലുണ്ടായിരുന്നെങ്കിൽ എനിക്ക് കാണാൻ കഴിയട്ടെ. ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കി അച്ഛനെ വിളിച്ചു, അപ്പോൾ അച്ഛൻ പറഞ്ഞു മരിച്ചു എന്ന് പറഞ്ഞു. ആ സമയത്ത് ഞാനെന്തോ ഇതിലോ സ്റ്റെക്കായ എനിക്ക് തന്നെ. എനിക്കത് ഇപ്പോഴും ആലോചിക്കാം. ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് നാട്ടിലൊക്കെ എത്തണമെങ്കിൽ മിനിമം ബസ്സിലെത്തെങ്കിൽ തന്നെ 12 മണിക്കൂറുണ്ട്. 7:30 ബസ്സിനകത്ത് രാവിലെ എത്തും. ഞാൻ ഇങ്ങനെ കരഞ്ഞു പറഞ്ഞത് എനിക്ക് വിളിച്ചെന്ന് കാണണം എന്ന് പറഞ്ഞിട്ട്. അപ്പം എന്നോട് അച്ഛൻ പറഞ്ഞു നീ കാണാൻ പറ്റുമെന്നും പറഞ്ഞിട്ടാണ് എൻ്റെ മാമൻ അവിടെ ഉണ്ടായിനി. അപ്പോൾ മാമൻ ഞാനെല്ലാം വന്നതിൻ്റെ അടുത്ത് ആരും എന്നോട് ചേച്ചി വിളിച്ചിട്ട് പറഞ്ഞു ഇല്ല എല്ലാം കഴിഞ്ഞു എന്ന് പറഞ്ഞു. എനക്കാണോ ബസ്സിന് എന്തും ചെയ്യാൻ പറ്റുന്ന. ഞാൻ പിന്നെ അവിടെ എത്തി, രാവിലെ എത്തുമ്പോഴത്തേക്കെല്ലാം കഴിഞ്ഞു, രാത്രി തന്നെ എലിച്ചെല്ലാം എടുത്തു. അതാണ് ഇപ്പോഴും എന്നെ കൊണ്ടത് എൻ്റെ ഒരു വെളിച്ചം എപ്പോഴും ഉണ്ട് എന്നുള്ള ആഗ്രഹമാണ്. ഞാൻ ആലോചിക്കലില്ല, പക്ഷെ രാത്രി കിടക്കുമ്പോൾ എന്തായാലും ഓർമ്മ വരും. രാവിലെ കിടക്കുന്നവരെ ഞാൻ ആലോചിക്കില്ല,
കളിക്കുമ്പോൾ എന്തായാലും പറഞ്ഞുതരും. എപ്പോഴും വിടും. ഞാൻ വിളിക്കുന്ന വരുമ്പോൾ എല്ലാം ഫോൺ അടിച്ചുകൊണ്ട് കുത്തി കണ്ടിരുന്നു. ഇങ്ങോട്ട് വരും, ഇങ്ങോട്ട് എല്ലാടെ മതിൻ്റെ അവിടെ നിന്നിട്ട് ഇങ്ങനെ ഫോൺ അടിക്കും. വാ 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 എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും സാധനം തരാനുണ്ടെങ്കിൽ ഇങ്ങനെ ഫോൺ അടിച്ചുകൊണ്ട് നമ്മൾ ആടെ എത്തുന്നവരെ ഫോൺ അടിക്കും. നമുക്ക് കേട്ടിട്ടെങ്കിലും പറഞ്ഞിട്ട് ആർക്കും കൊണ്ടുപോകണം. പക്ഷെ എന്നെ കൊണ്ട് പറ്റുന്നില്ല ഇപ്പോഴും അക്സെപ്റ്റ് ചെയ്യാൻ. ഞാനത് ഇപ്പോൾ പറയണമെന്ന് ചോദിച്ചാൽ വേറെ വീട് എടുക്കാമെന്ന് ചോദിച്ചു. പക്ഷെ ഇപ്പോൾ തോന്നുന്ന ആലോചിച്ച് ഞാനത് ഇപ്പോൾ പറയാം. അങ്ങനെ ഇപ്പോൾ പറഞ്ഞിരുന്നു. എന്താ ഇത് കാണുന്ന ആൾക്ക് ചിലപ്പോൾ എന്നെ വിളിച്ച് പറയണമെന്നില്ല. പക്ഷെ കുറേ കൊല്ലം കഴിഞ്ഞപ്പോൾ എനിക്ക് ഈ വീഡിയോ കാണാമല്ലോ, അങ്ങനെ ഞാനിപ്പോൾ പറയാം. SPC ഉണ്ടായി. നമ്മുടെ സ്കൂളിൽ ഫസ്റ്റത്തെ SPC വന്നപ്പോഴേ ഞാൻ നമ്മുടെ ബാച്ചാണ് ഫസ്റ്റ് ബാച്ച്. അപ്പം SPC എന്തോ പരിപാടിയെല്ലാം കഴിഞ്ഞപ്പോഴേ ഞാൻ വലിച്ചിനകത്ത് പോയി. വീട്ടിൽ വന്നാ പണ്ട് ആ സമയത്ത് വിളിച്ചത് ഭയങ്കര സന്തോഷമായി. പോലീസ് ഇല്ല ചിന്തയിലാണ്. അപ്പം എന്നെ മുമ്പൊക്കെ വീട്ടിൽ വിളിച്ചു തുടങ്ങിയില്ല. അപ്പം എന്നെ കൂട്ടിയിട്ട് ഒരു വിളിച്ചിടത്ത് കൊണ്ടുപോയി വിളിച്ചിട്ട് അവിടെ കാണിക്കാൻ വേണ്ടി, എല്ലാവരും കാണിക്കാൻ പറ്റും. ഞാൻ ആ ഡ്രസ്സ് ഇട്ടിട്ടുണ്ടല്ലോ SPC. അപ്പോൾ പോലീസിനെ കാണിക്കാൻ, പോലീസ് ആവണം, പോലീസിൻ്റെ മറ്റേ വണ്ടിയിൽ ചെന്നിട്ട് എൻ്റെ അടുത്ത് ഇടയ്ക്കാണെന്നെല്ലാം പറഞ്ഞു. അങ്ങനെ എല്ലായിടത്തും കൊണ്ടുപോയിട്ട് എന്നെ കാണിക്കുന്നത്. ഇതന്നെ ടൗണിലെ സ്കൂട്ടിൽ ഇരുത്തിയിട്ട് എന്നെ കൊണ്ടുപോയി ടൗണിൽ നിർത്തി. വിളിച്ചാൽ ഞങ്ങൾ അറിയില്ലല്ലോ SPC അങ്ങനത്തെ ഒന്നും അറിയില്ല. വിളിച്ചാൽ പോലീസിൻ്റെ ആ രീതിയിൽ എന്നിട്ട് എന്താ നോക്കണം. അവിടെ വിളിച്ചെടുത്ത് കൊണ്ടുപോയി ഡ്രസ്സ് നോക്ക്, കുളം നോക്ക് എന്നെല്ലാം പറയും. നേരത്തെ വിളിച്ചിന് കാണിച്ചു. അപ്പൊക്കെ എന്നായിരുന്നു നാട്ടിൽ മൊത്തം വിളിക്കുന്നുണ്ട്. കാരണം എന്നെ കാണുന്നില്ല, ഞാൻ വീട്ടിൽ പറഞ്ഞിട്ടാ എന്നെ കാണാതായതാ പിന്നെ പറയണേ. അപ്പൊ തന്നെ ഞാനെൻ്റെ മൊത്തം കറങ്ങുന്നുണ്ട് വിളിച്ചിട്ടൊക്കെ ഈ ഡ്രസ്സ് ഇട്ടിട്ട്. ലാസ്റ്റ് എങ്ങനെ ഞാൻ അവിടെ എത്തിയപ്പോൾ ഞാൻ വിളിച്ചൊന്ന് അച്ഛനാണ് രണ്ട് നിർത്തി. അപ്പൊക്ക് സാർമാരെ വിളിക്കുന്നു, ഇവിടെ കാണുന്നില്ല എന്നെല്ലാം പറഞ്ഞിട്ട് അങ്ങനത്തെല്ലാം അങ്ങനത്തെല്ലാം വിളിച്ച വന്നപ്പാടെ എപ്പോഴും മകം മുറുക്കാൻ ഞാനാണ് മുറിച്ചു കൊടുക്കുന്നത്. ആരും ഇങ്ങനെ പോകുന്ന ആലോചിച്ചു. പണ്ട് മറ്റേ ആ വീടെല്ലാം ആക്കിയിട്ട് വീടും സ്കൂളിലെല്ലാം അതാക്കിയപ്പാട് ചാലാറ് വന്നിന്. ചാലാറ് കഴിഞ്ഞ് അതിന് മുമ്പ് 8ാം ക്ലാസ്സിനൊക്കെ ഞാൻ സ്റ്റേറ്റിൽ പോയപ്പാട് ആ സമയത്ത് പത്രത്തിൽ വന്നി. കാരണം ഞാനൊരു പെണ്ണെ ഉണ്ടായിട്ടു. പത്രത്തിൽ വന്നപ്പാട് 2 പത്രം ഉണ്ടെങ്കിൽ ഒരു പത്രം വിളിച്ചു കൊണ്ടുപോകും. ഇത് വിളിച്ച് എടുത്തിട്ട് എല്ലാം നോക്കും, എല്ലാവർക്കും കാണിക്കും. അങ്ങനത്തെ എല്ലാം വിളിച്ചാൽ ഭയങ്കര സന്തോഷം. അങ്ങനെ ചാനലുകാർ വന്നു വീട്ടിലാക്കിയപ്പാട്. അപ്പോൾ വിളിച്ചിട്ടുണ്ടായിരുന്നില്ല ആ ഒരു വീഡിയോയിൽ വിളിച്ചാൽ അതെല്ലാം ഭയങ്കര സന്തോഷം. അപ്പം എനിക്കും ഭയങ്കര സന്തോഷം. ഞാൻ കാരണം വിളിച്ച് ചാനൽ വന്നല്ലോ. കുറേ ഉണ്ട് അങ്ങനത്തെ ഓർമ്മകൾ. മൊത്തം സൈലൻ്റ് ആയ ആൾക്കാരാണ് അന്ന് ഉണ്ടായത് ആ വീട്ടിൽ. കറണേന്ത നിർത്തിപ്പാട് അമ്മേരെ വീട് കേൾക്കലാണ്. അപ്പോൾ വെക്കേഷൻ വീട്ടിൽ കൊണ്ടുപോകുമ്പോൾ അച്ഛൻ്റെ അതിൻ്റെ പകുതി ഇങ്ങോട്ട് കൊണ്ടുവരും. വീട് കറി വെച്ച് വന്നിട്ട് ഞാൻ ഇത് പറയുമ്പോൾ ഒരു ബന്ധം ഉണ്ടായില്ല. പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നതന്നെ ഞാൻ പറയുന്നതാണ്. റോങ് എഴുതാറുണ്ട്, പക്ഷെ ഞാനൊക്കെ ചിന്തിക്കുന്നില്ല. നമ്മളെ കൊണ്ടൊന്നും പറ്റുന്നേ ഇല്ല. 2025 അറിഞ്ഞത് അന്ന എൻ്റെ ലൈഫിൽ ഞാൻ ഉണ്ടായെങ്കിൽ ഏറ്റവും കൂടുതൽ സങ്കടം വന്നത് വർഷമാണ് 2025. ചിന്തിക്കാത്തതുപോലെ നടന്നത്. ചോറില്ല
കുറേ പറയണമെന്നുണ്ട്, പക്ഷെ ഞാൻ ചിലപ്പോൾ പറഞ്ഞു നമുക്ക് അത്രക്കും ഇതുണ്ടായിരുന്നു, മനസ്സുണ്ട്. കുറേ പറയണമെന്ന് വിചാരിച്ചാൽ ഞാൻ തുടങ്ങി, പക്ഷെ എന്നെ കൊണ്ട് ഒന്നും പറയാൻ പറ്റില്ല. എന്തെങ്കിലും ബ്ലാക്ക് ഞാൻ പണ്ട് ഞാൻ ചിന്തിക്കില്ല. അതേപോലെ അപ്പം രാത്രി ഇതെല്ലാം ചിന്തിക്കാം. രാത്രി കുറഞ്ഞുണ്ടായിട്ട് എൻ്റെ മനസ്സിൽ മൊത്തം വരുന്നു. പകരാത്രി ചിന്തിക്കത്തില്ല. ഇപ്പോഴും പറയാൻ പറ്റില്ല. ഫുള്ളായി.